ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. വെണ്ടക്കക്കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു വെണ്ടക്കക്കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ്. ആവശ്യമായ വെണ്ടക്ക, തക്കാളി, പച്ചമുളക്. ഞാൻ തേങ്ങ ഇവിടെ പൂണ്ടിക്കാണ്. അതൊക്കെ പെരിഞ്ചീരകം, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി ആവശ്യത്തിന് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളി ആഡ് ചെയ്യാം. ചെറുതായി അരിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതി. ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറുള്ളി ആകുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. ഇത് നന്നായി മൂത്തൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി റെസിപ്പിയാണ്. കുറച്ച് സാധനങ്ങൾ മതി, നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിക്കണത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ വെണ്ടക്ക ആഡ് ചെയ്യുന്നത്. തിളക്കാതെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു വെണ്ടക്കൻ്റെ കൊഴുപ്പൊക്കെ കറിയിലായിട്ട് കറി ആകെ ചീത്തായി പോകും. അപ്പോൾ ഒന്ന് നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യാം. ഇനി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെണ്ടയ്ക്ക ഒന്ന് വേവുന്ന വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു കറിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.